നാജില കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഷാനുമായിട്ടുള്ള പ്രശ്നവും ഷാനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ വരെ അടിക്കാനൊക്കെ ചെന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയും അതുപോലെ തന്നെ കള്ളുകുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എപ്പോഴെങ്കിലുമൊക്കെയാണ് കയറി വരുന്നത്. എന്നെ അടിക്കാൻ വന്നു, കുട്ടികളുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് പിന്നൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലൊക്കെ നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഷാൻ ഉണ്ടെങ്കിൽ ഷാൻ ഒരു ചാനലിനകത്ത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവിനകത്ത് പറയുന്നുണ്ട് നാജിലയെ പറ്റി. നാജില പറയുന്ന കണക്കൊന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല നാജില. അതുപോലെ തന്നെ നാജിലയുടെ ഉമ്മയ്ക്ക് എന്നെ ഇഷ്ടമൊന്നുമല്ല. അവർ കാരണമാണ് ഇപ്പോൾ എന്നോട് നാജിലയ്ക്ക് ഇഷ്ടമല്ലാത്തത്. അവരെ വന്നതിന് ശേഷം പിന്നെ എന്നെ നാജിലയ്ക്ക് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാജില ഇനി വേറെ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല, എൻ്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും, പിന്നെ എൻ്റെ അടുത്തുനിന്ന് ഇനി മാറിപ്പോകാമെന്നൊന്നും വിചാരിക്കേണ്ട എന്നുള്ള രീതിയിൽ കുറേയധികം കാര്യങ്ങൾ ആ ഒരു ലൈവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ആ ലൈവ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് ഈ ഷാൻ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടൊക്കെ വരികയാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം. എന്തായാലും ഈ ഒരു ഷാൻ വീഡിയോ ഇട്ടതിന് പിന്നാലെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും നാജില എടുത്ത തീരുമാനം കറക്റ്റുള്ള ഒരു കാര്യമാണ്, ഷാൻ്റെ ഈ ഒരു സ്വഭാവം വെച്ചിട്ട് അത്ര നല്ലതാണ് എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു.